എല്ലാവരുടെയും നിറഞ്ഞ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഒരു പ്രദേശത്തിൻ്റെ ദീർഘകാല സ്വപ്നം അതാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ നാടിൻ്റെ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന നിലക്ക് മാത്രമല്ല, ഇത് നാടിനാകെ ഹരം പകരുന്ന ഒരു പദ്ധതിയായിട്ടാണ് മാറിയിട്ടുള്ളത്. ഇതോടൊപ്പം ഇവിടെ പറഞ്ഞു 800 കോടിയോളം രൂപയുടെ വിവിധ പദ്ധതികൾ ഇതോടൊപ്പം നാടിന് സമർപ്പിക്കേണ്ടതുണ്ട് എന്ന്. ആ 800 കോടി രൂപയുടെ ആകെ പദ്ധതികൾ നാടിന് സമർപ്പിച്ചതായി ഇതോടൊപ്പം അറിയിക്കട്ടെ. പത്തനംതിട്ടയിൽ തിരുവല്ലയിലെ കോമളം പാലം, തൃശ്ശൂർ ജില്ലയിലെ ചിറക്കൽ പാലം, എറണാകുളത്തെ പോണേക്കാവ്, തൈക്കാരച്ചിറ പാലങ്ങൾ, കണ്ണൂരിൽ കോഴിച്ചാൽ മീൻതുള്ളി പാലം, ഇവയെല്ലാം നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. 49 കോടി രൂപ ഇതിനാകെ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നവീകരിച്ച 29 റോഡുകൾ നാടിന് സമർപ്പിക്കുന്നത്. 700 കോടിയോളം രൂപയാണ് ഈ റോഡുകളുടെ നവീകരണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയെല്ലാം സന്തോഷം പകരുന്നുവോ, ഏതെല്ലാം രീതിയിൽ ആളുകൾ ഹരത്തോടെ ഇത് സ്വീകരിക്കുന്നുവോ, അതേപോലെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം ഇന്നൊരു ഉത്സവമായി മാറുകയാണ്. കരിപ്പയാറിന് കുറുകെ കുമ്പിച്ചൽക്കടവ് പാലം നിർമ്മിക്കണമെന്നത് ദീർഘകാലമായി ആവശ്യമായി വരികയായിരുന്നു. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ 2016 17 കോടി രൂപയുടെ പദ്ധതി എന്ന നിലയിലാണ് വിഭാവനം ചെയ്തത്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ, ഹരീന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പല കടമ്പകളുണ്ടായിരുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു. റിസർവോയറിൻ്റെ നിർമ്മാണ രീതിയിലുള്ള മാറ്റം, അതനുസരിച്ച് പദ്ധതിക്ക് ചില മാറ്റങ്ങൾ വേണ്ടതായി വന്നു. പിന്നീട് അപ്രോച്ച് റോഡുകൾ ഉൾപ്പെടുത്തി പുതിയ പദ്ധതി നടപ്പാക്കേണ്ടി വന്നു. ഇപ്പോൾ 253 മീറ്റർ നീളത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 11 മീറ്റർ വീതിയാണ് ഈ പാലത്തിൽ. 7.5 മീറ്റർ വീതിയിൽ റോഡും ശേഷിക്കുന്ന ഭാഗം ഫുട്പാത്തുമായിട്ടാണുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലമാണിത്. $25 കോടി രൂപയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞു, ഈ പാലം കാണാൻ വേണ്ടി
ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത്. അമ്പൂരിയിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി മേഖലയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിന് ഈ പാലം വലിയ തോതിൽ ഉതകും. നെയ്യാർ ഡാമിൻ്റെ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് ഒരു തുരുത്തായി മാറിയ സ്ഥലമാണ് തൊടുമലയും സമീപ പ്രദേശങ്ങളും. അവിടെ 11 ആദിവാസി പ്രദേശങ്ങളുണ്ട്. ഇക്കാലം അത്രയും കടത്തുവള്ളത്തെ ആശ്രയിച്ചാണ് തൊടുമല നിവാസികൾ നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്രകൾ നടത്തിയിരുന്നു. ആ നിലക്കാണ് ഇപ്പോൾ മാറ്റമുണ്ടാകുന്നത്. കാരിക്കുഴി, ചാക്കപ്പാറ, ശംഖുംകോണം, കയ്പൻപ്ലാവിള, തൊടുമല, തെന്മല, കുന്നത്തുമല തുടങ്ങി 11ഓളം ആദിവാസി പ്രദേശങ്ങളിൽ താമസിക്കുന്ന 1000-ലധികം കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലൂടെ പൂർത്തിയാകുന്നത്.